ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ. ധന്വന്തരീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ. ധന്വന്തരി ഭഗവാൻ ആത്മജ്ഞാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ അനാരോഗ്യകരമായ അവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിൻ്റെയും ഒക്കെ മൂർത്തിമത് ഭാവം. ദുർവാസാവ് മഹർഷിയുടെ ശാപാർത്ഥം ദേവാദികൾക്ക് ജരാനര ബാധിച്ചപ്പോൾ ആ ജരാനര അകന്ന് ആയുരാരോഗ്യ സൗഖ്യാദി അമരത്വത്തിനു വേണ്ടി മഹാവിഷ്ണുദേവൻ അംശാവതാരമായി ക്ഷീരസാഗരത്തിൽ നിന്നും ഉയർന്നു വന്നു. ലോകക്ഷേമാർത്ഥം ആ ഭഗവത് സ്വരൂപത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത് ധന്വന്തരി ഭാവത്തിൽ. ആയുർവേദത്തിൻ്റെ അധിഷ്ഠാന ദൈവമാണ് ധന്വന്തരി മൂർത്തി. രോഗശാന്തിക്കും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും വേണ്ടിയാണ് മഹാവിഷ്ണുവിൻ്റെ 12ാമത് അവതാരമായ ധന്വന്തരി ഭഗവാനെ ആരാധിക്കുന്നത്. ആത്മീയ കേരളത്തിലെ അനേകം ആരാധനാലയങ്ങളിൽ പ്രശസ്തവും നൂതനവുമായ സംസ്കൃതി പെയ്തിറങ്ങുന്ന വിശേഷാൽ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ധന്വന്തരി ക്ഷേത്രം. ദക്ഷിണ ഉടുപ്പി എന്ന വിശേഷണത്താൽ പ്രസിദ്ധമായ ഈ ധന്വന്തരി ക്ഷേത്രം ആരോഗ്യം, ആയുസ്, രോഗശാന്തി എന്നിവയുടെ നാഥനായ ധന്വന്തരി ഭഗവാന്റെ മുഖ്യ പ്രതിഷ്ഠയാൽ ഖ്യാതി നേടിയ ക്ഷേത്രമാണ്. സർവചരാചരങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ആധാരഭൂതമായിരിക്കുന്ന ആ ആരോഗ്യമെന്ന് പറയുന്ന അവസ്ഥയെ, അനാരോഗ്യമില്ലാത്തതായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന സർവേശ്വരനായ ധന്വന്തരമൂർത്തിയുടെ തിരുനടയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് വേദപുരിയാണ്. ഒരു കാലഘട്ടത്തിൽ സദാസമയവും 3 വേദങ്ങളും 4 വേദങ്ങളിലും 3 വേദങ്ങളും സദാസമയവും ഉയർന്നു കേട്ടിരുന്നത് കൊണ്ട് ത്രയീ എന്ന അർത്ഥത്തിൽ പോലും, ത്രയീപുരം എന്നുള്ള ആ നാമത്തിൽ പോലും ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. ലോകമാനവരാശിയുടെ രോഗാതുരമാകുന്ന മാനസങ്ങളിലേക്ക് സാന്ത്വനത്തിൻ്റെ അമൃത പുരട്ടി ശാശ്വതമായ രോഗശാന്തി ഓരോ മനസ്സിനും ശരീരത്തിനും പകർന്നു കൊടുക്കുന്ന പരിപാലന മൂർത്തിയാണ് ദക്ഷിണ ഉടുപ്പിയിൽ വാഴുന്ന ശ്രീ ധന്വന്തരി ദേവൻ. കേരളത്തിലെ പ്രാചീനവും ചിരപുരാതനവും അർജുന പ്രതിഷ്ഠയാൽ പ്രസിദ്ധവുമായ തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് നേർക്കിഴക്ക് പടിഞ്ഞാറ് അഭിമുഖമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ശ്രീ വിശ്വേശ തീർത്ഥ സ്വാമിജിയാൽ പ്രതിഷ്ഠിതവും പൂർണ്ണപ്രജ്ഞ വിദ്യാപീഠം ട്രസ്റ്റിൻ്റെ അധീനതയിലുള്ളതുമായ ക്ഷേത്രമാണ്. കേരളത്തിലെ തുളു ബ്രാഹ്മണരുടെ ആസ്ഥാനമായ തൃപ്പൂണിത്തുറയിൽ ഉടുപ്പി മാതൃകയിൽ ഒരു ക്ഷേത്രം എന്ന സ്വപ്നത്തിൻ്റെ സാഫല്യമാണ് ഈ ക്ഷേത്രം. ധന്വന്തരി ക്ഷേത്രത്തെ പറ്റി പറയുമ്പോഴേ 2018 ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉടുപ്പി പെജവാർ മഠാധിപതി ശ്രീ വിശ്വേശതീർത്ഥ സ്വാമിജി ആണ് ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം നടക്കുന്നത്. ഇത് കേരളമൊട്ടാകെ നല്ല ഇന്ത്യ ഒട്ടാകെ ഇതിൻ്റെ പ്രശസ്തി എത്തിക്കഴിഞ്ഞു. ദിവസവും 100 കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അന്ന് മുതൽ തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്രങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്രകാരത്തിൽ ഈ പുണ്യസ്ഥാനത്ത് മാനവരാശിയുടെ സർവ്വരോഗ ദുരിത മാരണാദി ദുഃഖങ്ങളും ഭേദമാക്കുന്ന മഹാവൈദ്യനാകുന്ന ധന്വന്തരി ഭഗവാന് ഓരോ ഭക്തൻ്റെയും ചിരകാല അഭിലാഷ പൂർത്തീകരണം പോലെ ഒരു ക്ഷേത്ര സങ്കേതം സത്യമായി.
ഇതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയുണ്ടായിരുന്നു ശ്രീ നാരായൺ നെമ്പ്രാൻ അവറുകൾ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യമാണ് ഈ ക്ഷേത്രം എന്നുള്ളത്. കേരളത്തിലെ തുളിബ്രാഹ്മണരുടെ ആസ്ഥാനം മന്ദിരം കൂടിയാണ് ഇവിടെ. അവിടെ ഉടുപ്പി സ്റ്റൈലിലൊരു ക്ഷേത്രം വേണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അത് സ്വാമിജിയുടെ അടുത്ത് പോയി സംസാരിച്ച് സ്വാമിജിയുടെ അടുത്ത് അനുവാദം വാങ്ങിച്ച് സ്വാമിജിയുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സ്വാമിജിയുടെ പ്രതിഷ്ഠ നടത്താൻ ഇടയായതും. ഇതാണ് ദക്ഷിണ ഉടുപ്പി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയിലെ ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രം. പുരാതനമായ ഈ ക്ഷേത്രത്തിൽ ഇന്ന് ധന്വന്തരി ജയന്തി ആഘോഷിക്കുകയാണ്. ശ്രീമൻ മഹാവിഷ്ണുവിൻ്റെ 24 അവതാരങ്ങളിൽ 12ാമത്തെ അവതാരമായിട്ടാണ് ധന്വന്തരി മൂർത്തിയുടെ അവതാരം കണക്കാക്കുന്നത്. പാലാഴി മദന സമയത്ത് ചതുർബാഹുവായ ധന്വന്തരി ദേവൻ ശംഖുചക്ര ജളൂകങ്ങളും അമൃത കലശവുമായി പാലാഴിയിൽ നിന്നും ക്ഷീരസാഗരത്തിൽ നിന്നും ഉയർന്നു വന്നത് ഈ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി എന്ന് പറയുന്ന ഈ പ്രത്യേക ദിവസം ധന്വന്തരി ജയന്തിയായി ആഘോഷിക്കുന്നു. ഇവിടെയും ഇന്നത്തെ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുവാൻ ധന്വന്തരി ഹോമം, അതുപോലെ തന്നെ പൂജാ മഹോത്സവങ്ങളും എല്ലാം തന്നെയുണ്ട്. ഒപ്പം രഥത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന രഥോത്സവവും ഇന്ന് ആഘോഷിക്കുന്നു. അവിടെ വേദപുരിയിൽ പിന്നെ പൂർണ്ണത്രൈശൻ എന്ന് പറഞ്ഞ സന്താനഗോപാലമൂർത്തി, അതെ, ഇവിടെ പിന്നെ ധന്വന്തരമൂർത്തി. ഇത് നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക് ഈ വേദപുരിക്ക് ഏറ്റവും വിശേഷം ശ്രേഷ്ഠമാണെന്ന് തന്നെ പറയാം. ഇവിടെ ജനിക്കാൻ പറ്റിയ നമ്മൾ, അല്ലെങ്കിൽ ഇവിടെ വളരാൻ പറ്റിയ നമ്മൾ സുഹൃതം ചെയ്തവരാണ് ഈ വേദപുരിയിൽ. തീർച്ചയായിട്ടും മനസ്സിന് നല്ലത് തോന്നുക. അതെ, ഭഗവത്ഗീതയിൽ വ്യാസമഹർഷി പറയും, നമുക്ക് അനേകം ജന്മങ്ങളിലൂടെ മനുഷ്യജന്മം ഏറ്റവും ബൃഹത്താന്ന് പറയും, ശ്രേഷ്ഠതരമാണ്. ആ ശ്രേഷ്ഠപര ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരൻ തോന്നിക്കേണ്ടത് തന്നെ ഏതോ പൂർവ്വജന്മത്തിന് സുഹൃത്തിൻ്റെ ബാക്കിയാകാം, അതിനൊരു നിമിത്തമാകാൻ അദ്ദേഹം അതിനും കൂടി നമുക്ക് ഈശ്വരൻ അനുഗ്രഹം തന്നു, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മറ്റതും തോന്നാം, നല്ലതല്ലാത്തതും തോന്നാം. ഇങ്ങനെ തോന്നാൻ ചെയ്തു തന്നെ ഈശ്വരനോട് നന്ദി പറയുക ആദ്യം. ചതുർബാഹു രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ പൂജകൾ ഏറ്റുവാങ്ങുന്നത്. ദേവന്മാരുടെ വൈദ്യനും ആയുസ്സിനെ കുറിക്കുന്ന വേദമായ ആയുർവേദത്തിൻ്റെ ദേവനുമായ ഭഗവാൻ ധന്വന്തരിയെ സ്മരിച്ചുകൊണ്ട് ധന്വന്തരി ഭഗവത് സങ്കല്പം എന്താണ് എന്നറിയുമ്പോഴാണ് വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തേണ്ടുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ധന്വന്തരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അമൃത എന്ന് പറയുന്നത് 4 തത്വങ്ങൾ ചേർന്ന ഒരു പദാർത്ഥമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീരം, സർപ്പിർ, മധു, ഉദകം. അതായത് പാല്, സർപ്പി, നെയ്യ്, മധു, തേൻ, അതുപോലെ തന്നെ ഉദകം, ജലം. ഈ 4 പദാർത്ഥങ്ങൾ സമത്തിൽ ചേർന്ന് സേവിക്കുന്ന ഒരു പദ്ധതിയാണ് അമൃത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് എല്ലാ ധന്വന്തരി ക്ഷേത്രങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ഔഷധങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നൽകി വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ധന്വന്തരി ഭഗവാന്റെ ആരാധന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗമുക്തി, അതുപോലെ തന്നെ രോഗം ഇല്ലാത്ത ഒരു അവസ്ഥ. അതായത് നമ്മുടെ ദേവീ മഹാത്മ്യത്തിൽ തന്നെ അവസാനം പറയുന്നത് എന്താണ്? യം ചിന്തയത്തെ കാമം തം തം പ്രാപ്നോത്തി നിശ്ചിതം. ഏത് ദേവനെ നമ്മൾ ഏത് ഭാവത്തിലാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഭാവത്തിലുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ആ ബിംബസ്വരൂപത്തിൽ തന്നെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ തന്നെ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം. ഭഗവാനെ കഴിഞ്ഞ 6 വർഷക്കാലമായി നിത്യവും സേവിക്കുന്ന പ്രധാന പൂജകൻ്റെ വാക്കുകൾക്കുള്ളിൽ ജ്വലനം കൊള്ളുന്നത് ലോകമാനവ മനസ്സുകളിൽ പ്രകാശിക്കേണ്ടുന്ന നന്മയുടെ വെട്ടം പരത്തുന്ന സന്ദേശമാണ്. ധന്വന്തരി சொன்னா ഭഗവാന്റെ ഒരു അവതാരം, വിഷ്ണുവിൻ്റെ അവതാരം. അപ്പോൾ இந்த ரோகவேகி வேண்டி எல்லா அர்ச்சனையில் பண்ணுறேன், இதெல்லாம் பண்ணுறேன். அப்போ அவளுக்கு இப்போ எந்த பரிகாரம் வேண்டி இங்கே அர்ச்சனை, பாலாபிஷேகம், நம்ம துளசி மாலை, இதெல்லாம் ധന്വന്തരി ஹோமம் எல்லாம் நடக்கணும். எத்தனை வருஷமாச்சு நீங்கள் இங்கே? நான் இங்கே 6 வருஷம் ஆச்சு. 6 வருஷம் ஆச்சு. இங்கே நீங்கள் பூஜை பண்ணும்போது, பிரார்த்தனை பண்ணும்போது உங்களுக்கு கிடைக்கிறத ஒரு சாட்டிஸ்ஃபேக்ஷன் எப்படி இருக்குது சொல்ல முடியுமா? நல்லதே இருக்கு, நல்லா இருக்கு. நல்லதாக இருக்குது. நல்லது.
രോഗങ്ങൾ രണ്ടു വിധത്തിൽ മനുഷ്യനെ അലട്ടുന്നു. ഒന്ന് ഭൗതികപരവും മറ്റൊന്ന് ആത്മപരവും. ഇതിൽ ഭൗതികപരമായ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ ആത്മപരമായ രോഗങ്ങൾ ഭേദമാക്കാൻ ഈശ്വര സേവ തന്നെ വേണം. ധന്വന്തരി മൂർത്തിയെ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ ശ്രേയസ്കരവും ഗുണകരവുമാണ്. ഭഗവാനെ സേവിക്കുകയും മറ്റുള്ളവർക്കായി സേവനങ്ങൾ ചെയ്യുകയുമാണ് ആത്മപരമായ രോഗമുക്തിക്ക് നിദാനം. ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞേക്കാളും ഭേദം ഭഗവാൻ എനിക്ക് അതിനുള്ള സന്ദർഭം തന്നു എന്ന് പറയാൻ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള അവസരം ഒരുക്കി തന്നു. അതിന് ത്രാണിയും മനസ്സും തന്നതുകൊണ്ട് ഭഗവാൻ ചെയ്യാൻ പറ്റി. ആ ജാതിയിലുള്ള ഇനിയും ശക്തിയും മനസ്സും ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗശാന്തിയും ലഭിക്കും എന്നാണ് ഇവിടുത്തെ വെയ്പ്പ്. ഇതുകൂടാതെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം വേണമെങ്കിൽ പറയാം, ഏക ക്ഷേത്രം എന്ന് പറയാം ഇവിടെ. അതുകൂടാതെ ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു സെൻട്രൽ AC ഓഡിറ്റോറിയം ഉണ്ട്, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്, ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം ഉണ്ട്. അതായത് ഒരേ സമയം 3-4 ചടങ്ങുകൾ, വലിയ ചടങ്ങുകൾ ഒരുമിച്ച് നടത്താനുള്ള സ്ഥലം, സൗകര്യം ഇവിടെയുണ്ട്. അത് എല്ലാ ഭക്തജനങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ആധുനിക കാലത്തിൽ അധാർമിക മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്ന മാർഗത്തിലേക്ക് നേരായ പാതയിലൂടെ നയിച്ച് ധന്യമായ ജീവിതം നിവർത്തിക്കുവാൻ ആകുലതയും മാനസിക സംഘർഷവും രോഗദുരിതവും അലട്ടുന്നവർക്കായുള്ള ദിവ്യ ഔഷധമാണ് ശ്രീ ധന്വന്തരി മന്ത്രം. ആ മഹാവൈദ്യൻ തൊട്ടാൽ ഭേദമാകാത്തതായി ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ